വിഷയത്തിലേക്ക് അഡ്വക്കേറ്റ് എൻ.ജി. ഗിരീശൻ താങ്കൾ നേരത്തെ സംസാരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് ഈ സമാധി മഹാസമാധി അവർ നടത്തിയതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നതാണ്. സ്വാഭാവികമായി അവിടെ നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവർ പരാതി കൊടുത്തു. നമ്മുടെ നിയമ സംവിധാനം അനുശാസിക്കുന്ന രീതിയിൽ അതിൽ പ്രശ്ന പരിഹാരത്തിനുള്ള ഇടപെടൽ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഇടപെടലുകൾ നടന്നു. അതിനപ്പുറം ഇത് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുള്ള തിരിവുകളായി, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി, ക്രമസമാധാന പ്രശ്നമാക്കിയൊക്കെ കൊണ്ടുപോകേണ്ടുന്ന കാര്യമുണ്ടോ? ഇനിയിപ്പോൾ ഇപ്പോൾ നാളെ വലിയ മഹാസമാധിയായി ആചരിക്കാനും ആഘോഷിക്കാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഏറ്റുമുട്ടലിന്റെ ഘട്ടമോ സമയമോ ആണോ ഇത്? ഒരു വ്യക്തിയുടെ ജാതിയുടെ മതത്തിന്റെ ഒന്നും പേര് പറയാതെ ഒന്ന് രണ്ട് ഇൻസിഡൻസ് സൂചിപ്പിക്കാം. ഇത് സ്വാഭാവികമായിട്ടും വാസ്തു വിദ്യയുടെ അടിസ്ഥാനത്തിൽ പണിതിട്ടുള്ള ക്ഷേത്രവും വാസ്തുവിൻ്റെ കണക്കനുസരിച്ചുള്ള 4 മതിലുകളുമാണ്. പഞ്ചവർഗം ചെയ്ത മതിലാണത്. ആ ഒരു മതിൽ പൊളിച്ചിട്ട് എനിക്ക് കാറ് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ട ഒരു വ്യക്തി വന്നു. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സഭയ്ക്ക് അനുവദിക്കാൻ പറ്റില്ല. അദ്ദേഹം നിരാകരിച്ചു. കണക്ക് തെറ്റും. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു നാഗപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 75 മീറ്റർ മാറി ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തു വാങ്ങിച്ച് അത് നാഗപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആ നാഗപ്രതിഷ്ഠ മാറ്റണമെന്നും പറഞ്ഞിട്ട് ഒരു വിഭാഗം നഗരസഭയിൽ പോയി. നഗരസഭയിൽ നിന്ന് കൊടുത്ത നോട്ടീസ്, അതിന് ഗോവിന്ദ് സ്വാമി കൊടുത്ത മറുപടിയെല്ലാം ഞാൻ വായിച്ചു. വളരെ ബെഫിറ്റിംഗ് റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈ കിട്ടിയതിന് ശേഷം നഗരസഭ പറഞ്ഞു, ഇതിലേക്ക് നഗരസഭയ്ക്കൊന്നും ചെയ്യാനില്ല, ഇത് മാറ്റണമെന്നോ ഒക്കെ ഉള്ളവർ നേരെ കോടതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ആരും കോടതിയിൽ പോയിട്ടില്ല. ഇങ്ങനെയുള്ള ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടവരും അതറിയാതെ പെട്ടുപോയവരുമാണ് ഈ മാസ് പെറ്റീഷനകത്തുള്ളത്. പിന്നെ ജാതിയുടെ മതത്തിൻ്റെ ഒന്ന് പരാമർശിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് പരാമർശിക്കാതെ ഇരിക്കുന്നതാണ് ഉചിതമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ മാസ് പെറ്റീഷൻ കൊടുക്കുന്നവർ ചില ഔചിത്യങ്ങളും ധർമ്മങ്ങളും ഒക്കെ പാലിക്കേണ്ടതുകൊണ്ട് അതിവിടെ പാലിച്ചിട്ടില്ല എന്നുകൂടെ എനിക്ക് പറയാം. പിന്നെ മഹാസമാധി സ്വാഭാവികമായിട്ടും ഒരു ജീവസമാധിയെ അവഹേളിക്കുന്നതിൻ്റെ അവസാനം അവഹേളിച്ചു. ഒരു വിധത്തിൽ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസം അവിടെ നടന്നു. ശ്രീ ഗിരീഷിനെ ഇവിടെ ഇപ്പോൾ അവഹേളിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കേട്ടതാണല്ലോ നരബലി നടന്നു എന്നത്. വിശ്വാസത്തിന്റെ പേരിലായിരുന്നു നരബലി നടന്നത്. കേരള സമൂഹത്തിൽ എന്തെങ്കിലും നടക്കുമെന്ന് കരുതിയിരുന്ന കാര്യമാണോ? അവിടെ അത് സംഭവിച്ചു. അവരുടെ ജീവിത രീതികളോ മറ്റോ വലിയ സംശയങ്ങളൊന്നും ചുറ്റുപാടും ഉണ്ടായിരുന്നവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില കാരണങ്ങളിൽ ചില സംശയങ്ങൾ അത് എവിടെ ചെന്നെത്തി എന്ന് താങ്കൾ കണ്ടതല്ലേ? അപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ച് അവിടെ ജീവനോടെ ഉണ്ടായിരുന്ന ഒരാളെ ഒരു ദിവസം പോസ്റ്ററായി മാത്രം കാണുന്നു. ഇങ്ങനെയാണോ ഒരു മരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഇതുവരെ കണ്ടിട്ടുള്ളത്? അവർക്ക് സ്വാഭാവികമായി സംശയം ഉണ്ടായി. അവർ പരാതി കൊടുത്തു, അന്വേഷിച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ല, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ സമാധാനം, സന്തോഷം, അത്രയുമേ ഉള്ളൂ, അത്രേ നടന്നിട്ടുള്ളൂ. സമാധാനം, സന്തോഷം എന്ന് പറയുന്നത് ഈ നിക്ഷിപ്ത താല്പര്യക്കാരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം നേടി. ഈ മഹാനായുള്ള ഒരു വ്യക്തിയെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമായിരുന്നു. അത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ നൽകുന്ന വഴിയിലൂടെ പോയി അതിന്റെ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിൽ എന്താണ് തെറ്റ്? നിയമ സംവിധാനത്തിൽ കൂടി ഇനിയും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണാൻ പോവുകയാണ്. ആ സംവിധാനത്തിൽ കൂടി നിക്ഷിപ്ത താല്പര്യക്കാരുടെ താല്പര്യം അനുസരിച്ച് ഈ ക്ഷേത്രം അടച്ചുപൂട്ടുക, അതോടൊപ്പം തന്നെ ഈ മഹാനായ വ്യക്തിയെ അവഹേളിക്കുക, അതിന് വേണ്ടി മാത്രം നടത്തിയൊരു നാടകമായിരുന്നു ഇത്. അതിൽ യാതൊരു സംശയവുമില്ല. പോലീസിന് അന്വേഷിക്കാമായിരുന്നല്ലോ. ഈ 5 പേരുണ്ട്. അതെ, ഞാൻ പറയട്ടെ, സമാധിസ്ഥന്റെ ഭാര്യയുണ്ട്, 2 ആൺമക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്. പോലീസിന് വേണ്ട വിധത്തിൽ ചോദിച്ചെങ്കിൽ മർഡർ നടത്തിയോ അറിയാമായിരുന്നല്ലോ. അതിന്റെ ഭാഗമല്ലേ, അതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള നടപടിയിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ. അല്ലാണ്ട് പോലീസ് നിങ്ങൾ പറയുന്നത് പോലെ എന്ന് അവർ പറയുന്നത് കേട്ട് മടങ്ങണമായിരുന്നു. എന്താണ്, എങ്ങനെയാണോ അന്വേഷണം നടക്കേണ്ടത്? എല്ലായിടത്തും ഇങ്ങനെയാണോ അന്വേഷണം നടക്കുന്നത്? അല്ല, ഇന്ന് സർക്കിൾ പറയുന്നതായിട്ട് കേട്ടോ, ഞങ്ങൾ ഇനി ചോദ്യം ചെയ്യാൻ പോകണം. ഇത്രയും കാര്യം ചോദ്യം ചെയ്യാൻ വയ്യായിരുന്നോ? ഇനിയാണോ ചോദ്യം? മൊഴിയെടുക്കും, വേണ്ടി വന്നാൽ മൊഴിയെടുക്കും എന്ന് CI പറയുന്നു. ആവശ്യമുണ്ടെങ്കിൽ കേസ് പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്നല്ലോ. ഇപ്പോഴും പ്രാഥമിക റിപ്പോർട്ട് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ഇനി രാസപരിശോധനാ ഫലം ഉൾപ്പെടെ വരുമ്പോൾ എന്താണ് സാഹചര്യം എന്നനുസരിച്ച് വേണമെങ്കിൽ മൊഴിയെടുക്കും. അപ്പൊ കുറെ പേര് പ്രാർത്ഥന, ഈ രാസപരിശോധന റിസൾട്ട് വരുമ്പോഴെങ്കിലും ഇവരെ ഒന്ന് പ്രതികളാക്കി കിട്ടിയെങ്കിൽ, മർഡേഴ്സ് ആക്കി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്നുള്ള വിധത്തിലാണ് പ്രാർത്ഥന പോകുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു, അവിടെ പോകുന്നു, അറിയുന്നു. ആ കുടുംബത്തിന്റെ പ്രതികരണമാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കേട്ടത്. ആ കുടുംബത്തിന്റെ പ്രതികരണമാണ്.